എറണാകുളം ഡിപ്പോയിൽ വരുന്ന KSRTC ബസ്സുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിൻ്റെ ദയനീയ അവസ്ഥയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഇലക്ട്രിക്കൽ റൂമാണ്. ഈ ഇലക്ട്രിക്കൽ റൂമിലേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ മുഴുവനും വെള്ളമാണ്. ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നും വെള്ളം നനയരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെള്ളത്തിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. 4 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ബസ് ചാർജ് ചെയ്യുവാനുള്ള ഒരു ഇലക്ട്രിക് മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് അവർ ഉപേക്ഷിച്ചിരിക്കുന്നത്. 4 വർഷം മുമ്പ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ബസ് ഇവിടെ എത്തിയതേ ഇല്ല. ഇപ്പോഴും അത് പൊട്ടിക്കാതെ, അതിൻ്റെ ഒരു സീല് പോലും പൊട്ടിക്കാതെ അതിവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എറണാകുളത്തെത്തിയാൽ കുളം കാണണമെങ്കിൽ ആദ്യം എത്തേണ്ടത് KSRTC ഡിപ്പോയിലാണ്. ഒരു മഴ പെയ്താൽ ഇവിടെ കുളമാണ്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ ഒരു ദുരിത കാഴ്ച കാണിക്കുവാനാണ് പോകുന്നത്. എറണാകുളം ഡിപ്പോയിൽ വരുന്ന KSRTC ബസ്സുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പിൻ്റെ ദയനീയ അവസ്ഥയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് വെള്ളക്കെട്ടുകളൊക്കെ താണ്ടി വേണം ഈ വർക്ക്ഷോപ്പിലേക്ക് ബസ്സുകളാണെങ്കിലും ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും കടന്നു ചെല്ലേണ്ടത്. പോകുന്ന വഴികളിലെല്ലാം ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ശൗചാലയമുള്ളത്. ഈ ശൗചാലയത്തിൻ്റെ സെപ്റ്റിക് ടാങ്ക് തറനിരപ്പിനേക്കാളിലും ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വെള്ളം കയറിയാലും ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്കൊഴുകി ഇവിടെ എല്ലാം പരക്കും. ഇവിടെ ജോലി ചെയ്യുന്ന പലരും എലിപ്പനി അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ പിടിപെടുമോ എന്നുള്ള ആശങ്കയിലാണ്. എല്ലാവർക്കും അറിയാം, ഈ ബസ്സുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനടിയിൽ കിടന്നു വേണം ഇവർക്ക് ജോലി ചെയ്യാൻ. ഈ കാണുന്ന ചെളിവെള്ളത്തിലൊക്കെ കിടന്നുകൊണ്ടാണ് ഈ ബസ്സിനടിയിലുള്ള ജോലികളൊക്കെ അവർ ചെയ്യുന്നത്. ഈ കാണുന്നത് ഒരു ഇലക്ട്രിക്കൽ റൂമാണ്. ഈ ഇലക്ട്രിക്കൽ റൂമിലേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ മുഴുവനും വെള്ളമാണ്. ഇലക്ട്രിക്കൽ സാധനങ്ങളൊന്നും വെള്ളം നനയരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെള്ളത്തിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. അവിടെ വിശ്രമിക്കുന്ന സ്ഥലമുണ്ട്. ആ വെള്ളത്തിൽ തന്നെ കാല് വെച്ചുകൊണ്ടാണ് അവർ വിശ്രമിക്കുന്നത്. മുകളിൽ ഫാൻ കറങ്ങുന്നതും കാണാൻ കഴിയും. ഈ കാണുന്നത് മറ്റൊരു സംഭവമാണ്. ഇത് ഇലക്ട്രിക് സ്റ്റേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു മെഷീനാണ്. അതായത് 4 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ബസ് ചാർജ് ചെയ്യുവാനുള്ള ഒരു ഇലക്ട്രിക് മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് അവർ ഉപേക്ഷിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിക് ബസ് ഇറങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ 4 വർഷം മുമ്പ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ബസ് ഇവിടെ എത്തിയതേ ഇല്ല. ഇപ്പോഴും അത് പൊട്ടിക്കാതെ, അതിൻ്റെ ഒരു സീല് പോലും പൊട്ടിക്കാതെ അതിവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ലക്ഷങ്ങൾ വില വരുന്ന മെഷീനാണ് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വെള്ളം കയറിയൊക്കെ നശിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലാണ് മലിനജലവും ചെളിയുമൊക്കെ കെട്ടിക്കിടക്കുന്നത്. ഇതൊന്നും കാണുവാൻ ഇവിടെ ആരുമില്ല. മന്ത്രി രായ്ക്ക് രാമാനം എപ്പോഴും പറയും ഈ KSRTC ബസ് സ്റ്റേഷൻ എത്രയും വേഗം തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന്. പക്ഷേ അതിൻ്റെ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജീവനക്കാർ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. എലിപ്പനി അടക്കമുള്ള രോഗങ്ങളൊക്കെ പിടിപെടുമോ എന്നുള്ള ഒരു പേടിയിലുമാണ്. എന്തായാലും എത്രയും വേഗം മനുഷ്യാവകാശ കമ്മീഷനെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെടണം. അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കണം. കൂടാതെ നമ്മൾ നേരത്തെ കണ്ട ആ ബസ് ചാർജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മിഷൻ, അത് ഇവിടെയിട്ട് നശിപ്പിച്ചവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം. ഒരിക്കലും ഇലക്ട്രിക് ബസ് എത്താത്ത ഈ സ്ഥലത്ത് എന്തിനാണ് ഇത്തരത്തിലൊരു ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കൊണ്ടുവന്ന് ഇറക്കിയത് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കർശന നിയമ നടപടികൾ ഇതിനെതിരെയും സ്വീകരിക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും ടി. അഭിശങ്കറിനൊപ്പം ആർ. പിയൂഷ്, മറുനാടൻ TV.